വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. കുട്ടികളെ, അലുവ റെഡിയായി കേട്ടോ. താങ്ക് യു മുത്തശ്ശി. എത്രയോ നാള് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു അലുവ തിന്നാൻ കിട്ടിയത്. അലുവ കൊണ്ടുപോകാൻ കൂടി മെഷീന്റെ ആവശ്യം വരുന്നു. ഇങ്ങനെ ഒരു മടിയൻ പിള്ളേര് എന്താ ചെയ്യാ? അല്ലേ നിക്കേ, എല്ലാ ജോലിയും ടെക്നോളജി കൊണ്ടാ ചെയ്യുന്നത്. ഇത്ര മടിച്ചായി പോയല്ലോ നീയ്. ഇതിലെക്കാളൊക്കെ നമ്മുടെ വേദാസിറ്റിയാ നല്ലത്. അതെ ഫ്രണ്ട്സ്, ഇത്ര മടിയാവുന്നത് കൊള്ളില്ല കേട്ടോ. എന്നാ പിന്നെ ശരി. മതി, കുറേ ആയി. ശിവ, പിന്നെ കുട്ടികളെ, ഇന്ന് ടെക്നോളജി വേണ്ടേ വേണ്ട. ഇനി ആരും ടെക്നോളജി യൂസ് ചെയ്യാനേ പാടില്ല. നോ ഫോൺ, നോ റോബോട്ട്സ്, നോ ഗാഡ്ജറ്റ്സ്. എല്ലാവരും ചേർന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റി അടിച്ചിട്ട് വാ. നീ പറഞ്ഞത് വളരെ ശരിയാണല്ലോ. പോകാം. നോ റോബോട്ട് ശിവ. അത് സാരല്ല, നീ കൂടെ നിന്നാലും മതി. എക്സ്ട്രീം സിറ്റിയിലെ ജനങ്ങളെ, നിങ്ങൾ എല്ലാവരും മെഷീന്റെ അടിമകളായി തീർന്നിരിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും മണ്ടന്മാരാകുകയും ചെയ്തു. ഇയാള് നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. നല്ല കറക്റ്റായ കാര്യങ്ങളാ പറയുന്നത്. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ? പുതിയ പുതിയ ഗജറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം അല്ലേ? നിങ്ങളുടെ ആ ഗജറ്റ്സ് ഉണ്ടല്ലോ, എന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ എല്ലാ ടെക്നോളജിയും നശിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ? ഇനി അഭിശേഷിക്കുന്നത് റെട്രോ മാൻ, പിന്നെ റെട്രോ ടെക്നിക്സും. ടെക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇയാൾക്കെന്താ കുഴപ്പം? ഇതുവല്ല മുത്തശ്ശനും മുത്തശ്ശിയുടെ കൂട്ടുകാരനായിരിക്കും. എനിക്ക് തോന്നുന്നു എക്സ്ട്രീം സിറ്റിയിൽ എന്തോ പുതിയ ആപത്ത് വരാൻ പോകുന്നെന്നാണ് കേട്ടല്ലോ. എക്സ്ട്രീം സിറ്റി. ഇവിടെയുള്ള ഒരു എക്സ്ട്രീം ഗാഡ്ജറ്റ്സ് പോലും പ്രവർത്തിപ്പിക്കാനേ പറ്റില്ല. കാരണം ഞാൻ എല്ലാ സാറ്റലൈറ്റും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുവാ ഈ സംഭവിക്കുന്നേ? ഈ റെട്രോമാനെ കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് നോക്കിയേ ശിവ, ഇതാണ് അവന്റെ ലൊക്കേഷൻ കേട്ടോ. സൈക്ലോൺ, വേഗം വാ. ആരാണ് നീ? എന്തിനാണ് എക്സ്ട്രീം സിറ്റിയിലുള്ള ജനങ്ങൾ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? മര്യാദയ്ക്ക് നിർത്തിക്കോ അല്ല. അതുകൊള്ളാം, ഈ കുട്ടിയുടെ വീഡിയോ ഗെയിം നടക്കുന്നുണ്ടാവില്ല. അതെ, ഇനി ഈ എക്സ്ട്രീം സിറ്റിയുടെ അവസ്ഥ എന്തെന്നാൽ ഒരു കുട്ടിക്ക് പോലും ഗെയിം കളിക്കാനേ ആവില്ല. മുതിർന്നവർക്ക് TV കാണാനും പറ്റില്ല. എല്ലാ ഗജറ്റ്സും നാശമായി. ഹലോ അങ്കിൾ, കുട്ടിയെന്ന് എന്നെ വിളിക്കരുത്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
പ്രാണം പോയാലും ശരി ഹലുവ കഴിക്കാതെ പോവാനേ പാടില്ല. സൈക്ലോൺ ഇങ്ങോട്ട് വരൂ. ഒരു ഗാഡ്ജറ്റും പ്രവർത്തിക്കുന്നില്ലല്ലോ. വേഗം എല്ലാരും എന്റെ പുറകെ വരൂ. ഞാൻ പറയുന്നത് കേക്ക്. നിക്കൂ, ഞാനൊരു പാട്ട് പാടുകയാണെങ്കിൽ തരാം. അല്ല, ഈ റെട്രോമാൻ ആരാണ്? നമ്മളെ ആക്രമിക്കുന്ന ഈ അഡ്വാൻസ് ഗേജറ്റ്സ് എന്താണ്? ഞാൻ ഇതുപോലത്തെ കണ്ടിട്ടേ ഇല്ല. ഇത് കറുത്ത കളറിലുള്ള ടേപ്പാണ്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊന്നും അഡ്വാൻസ് ഗാഡ്ജറ്റ് അല്ല കുട്ടികളെ, ഇതൊരു റെട്രോടെക് ആണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് മൊബൈലും ഇല്ല, ഒരു ഇന്റർനെറ്റ് പോലും ഇല്ല, പിന്നെ സിനിമയും ഇല്ല. അന്നൊക്കെ ഇതുപോലത്തെ ഗാഡ്ജറ്റ്സ് ആണ് വന്നോണ്ടിരുന്നത്. ഇത്രയും പഴയ ഗാഡ്ജറ്റ്സ് ഈ സിറ്റിയിൽ എവിടുന്ന കിട്ടുക? ശിവ, ഈ എക്സ്ട്രീം സിറ്റിയിൽ ഒരേ ഒരു റെട്രോ കട മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് വേഗം പോവാം. ഇന്നെനിക്ക് ഹലുവ തിന്നാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എന്തോ വലിയ പ്രോബ്ലം വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ശിവ, ഇതൊരു റേഡിയേഷൻ ഹോളാണ്. ഒരു ശല്യം തീർന്നപ്പോ മറ്റൊരു ശല്യം വന്നു. എത്രയും പെട്ടെന്ന് ഈ ഹോൾ അടയ്ക്കേണ്ടി വരും ശിവ. ഓ, അപ്പൊ ഇതാണ് കാര്യമല്ലേ? ഈ പുതിയ ഗാഡ്ജറ്റ്സിൽ നിന്നും വരുന്ന റേഡിയേഷൻസ് എല്ലാം എന്റെ ലൈഫ് തന്നെ ഡിസ്ട്രോയിഡ് ചെയ്യുന്നു. ഞാനിനി എല്ലാ പുതിയ ഗാഡ്ജറ്റ്സുകളെയും ഇത് ഉപയോഗിക്കുന്നവരെയും നശിപ്പിക്കാൻ പോവുകയാണ്. രേവ, ആദി, ചിപ്പി, റെട്രോമാൻസിനെക്കാളും ഏറ്റവും വലിയ അപകടം ആ ഹോള് തന്നെയാണ്. അത് വലുതാക്കിക്കൊണ്ടേയിരിക്കുന്നു. ആ റേഡിയേഷൻ ഹോൾ ഇല്ലാതാക്കുവാനായിട്ട് എന്തെങ്കിലും ഉപായം കണ്ടെത്തിയേ പറ്റൂ. താൻ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ഞങ്ങൾ തന്നെ ശരിയാക്കും. അങ്ങനെ പറയണ്ട, എല്ലാരും ഇപ്പൊ തന്നെ നശിക്കാൻ പോവുകയാണ്. ഈ റേഡിയേഷൻ ഹോൾ ഞാൻ വളരെ വലുതാക്കാൻ പോകുന്നു. ഇതിൽ ഈ എക്സ്ട്രീം സിറ്റി മുഴുവനും ഇല്ലാതാകും. നിനക്കെന്നെ തടയാനാവില്ലല്ലോ കുട്ടി. പക്ഷേ ഞാൻ ഈ സിറ്റി ഇല്ലാതാക്കും, നോക്കിക്കോ. അവസാനായിട്ട് പറയുകയാണ്, കുട്ടിയെ തന്നെ വിളിക്കരുത്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ആണോ? അപ്പൊ നീ എന്തു ചെയ്യും കുട്ടി? എന്നാ പിടിച്ചോ എന്റെ ഗ്യാസ് അറ്റാക്ക്. ഈ റേഡിയേഷൻ ഹോൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ യൂഡിയുടെ അലുവ എന്തെങ്കിലും ഒപ്പിക്കും തോന്നുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? ശിവ, എനിക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുകയാണ് ഈ റേഡിയേഷൻ ഹോൾ ഇതാക്കണമെങ്കിൽ കോൺക്രീറ്റിന്റെ സിമെന്റ് ഇട്ടാ മതിയെന്ന്. ഞാനൊരു റേഡിയേഷൻ പ്രൂഫ് സൂട്ട് ഉണ്ടാക്കി നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം. ആ റേഡിയേഷൻ എല്ലാം ഞാൻ അബ്സോർവ് ചെയ്തോളാം. അപ്പൊ നീ സേഫ് ആയിട്ടിരിക്കും. നീയും റേഡിയേഷൻ സൂട്ട് വേഗം ഇട്.
അതുവരേക്കും എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ റോബോട്ട് എന്റെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ്. പിന്നെ ഈ ടെക്നോളജിയൊക്കെ അത്ര മോശമില്ലാന്നും തെളിയിച്ചിരിക്കുന്നു. എന്നാ പിന്നെ സന്തോഷത്തിൽ ഒരു പാട്ട് പാടിയാലോ? എന്താ, ശരിയല്ലേ? Watch India's largest kids library only on Jio Hotstar. Download the app now.